KPCC പ്രസിഡന്റ് കെ സുധാകരൻ ബ്രഹ്മപുരം പ്ലാന്റ് സന്ദർശിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ പിന്നെ പറയാനേ അതിന് സമയമല്ലേ, സാവകാശമല്ലേ. പാർട്ടിയുണ്ട്, പാർട്ടിന്റെ അകത്ത് ചർച്ചകളുണ്ട് നേതൃത്വപരമായി. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇതൊന്നും ഇപ്പോൾ ഒന്നും ഉത്തരം കിട്ടില്ല, പറയില്ല. അദ്ദേഹം നിയമസഭാ പ്രവർത്തനത്തിന്റെ തിരക്കിലാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് കഴിഞ്ഞ കുറേ നാളുകളെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ കാണാൻ 2 ദിവസം ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിട്ടാണ് ഞാൻ 2 ദിവസം മുമ്പേ അദ്ദേഹത്തോട് സംസാരിച്ചത്. തിരക്ക് കൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, അവിടെയാണ് നിശബ്ദനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി നിശബ്ദനാണ്. മുഖ്യമന്ത്രി ഈ വേസ്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വിദേശത്തൊക്കെ പോയി വന്നയാളാണ്. ഒരു ഉപരിപഠനത്തിന് പോയതുപോലെ പോയി വന്ന് ഇവിടെ വന്നിട്ട് നെതർലാൻഡിലും ബോണിലും പോയി വന്ന് അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പ്രസംഗം എന്താ? അവിടെ നടത്തിയ പ്രസംഗം ഇതിന്റെ അകത്ത് നിന്ന് ഈ കറണ്ട് നമുക്ക് ഉണ്ടാക്കാമെന്നാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പോയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ജീവനെങ്കിലും നിലനിർത്താൻ മുഖ്യമന്ത്രിക്ക് സാധിക്കണ്ടേ? നിശബ്ദൻ. നമ്മൾ പറയാറില്ലേ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വേസ്റ്റാണെങ്കിൽ മുഖ്യമന്ത്രി വേണിൽ പോയതും വേസ്റ്റാണ്. അദ്ദേഹം തന്നെ ഒരു വേസ്റ്റായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ഒന്നിനും ഉത്തരം കാണാത്ത, ഒന്നിനും ഒരു തീരുമാനമെടുക്കാത്ത കേരളത്തിന്റെ വളരെ ദുർബലനായ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വേസ്റ്റിന്റെ കൂട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ബ്രഹ്മപുരം സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനമാണ്. മുഖ്യമന്ത്രി ഒന്നും ചെയ്യാത്ത മന്ത്രിയായി മാറിപ്പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കോടതിക്ക് വേണ്ട പിന്തുണയും പിൻബലവും സർക്കാർ കൊടുക്കണം. കോടതി നടത്തുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനും ശക്തി പകരാനും ഗവൺമെന്റ് തയ്യാറാവണം. അവർക്ക് തെളിവ് കൊടുക്കാനും ഗവൺമെന്റ് തയ്യാറാവണം. അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ശ്വാസം കിട്ടാതെ മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ, പാർട്ടി പ്രവർത്തകരൊക്കെ KPCC പ്രസിഡന്റിനെ കണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ് എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയില്ലല്ലോ എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ നിയമസഭയുമായി ബന്ധപ്പെട്ട് ഉള്ള തിരക്കുകളിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തായതിനാലാണ് എത്താത്തത് എന്നൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതുമാണ്. എന്തായാലും സഭയിൽ ഇന്ന് ഈ വിഷയം പ്രതിപക്ഷം അതിശക്തമായി തന്നെ കൊണ്ടുവന്നു. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. തീപിടുത്തത്തിൽ CBI അന്വേഷണം വേണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം സഭയിൽ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ മലിനീകരണ പ്രശ്നം ഉണ്ടായിട്ടും പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്തു ചെയ്തു എന്നും സതീശൻ ചോദിച്ചു. CBI അന്വേഷണം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇപ്പോൾ KPCC പ്രസിഡന്റിനോട് CBI അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ വിഷയത്തിലും KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും 2 അഭിപ്രായം എന്ന നിലയിൽ കാര്യങ്ങൾ വരുന്നു. ഒരുപക്ഷെ കൂടിയാലോചനകളോ ആശയവിനിമയമോ ഇല്ലാത്തതിന്റെ പ്രശ്നമാകാം. എന്തായാലും CBI അന്വേഷണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് ബ്രഹ്മപുരത്തേതെന്നും കൊച്ചിയെ ഗ്യാസ് ചേംബർ ആക്കിയെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ TJ വിനോദ് ആരോപിച്ചു. സർ, മാർച്ച് 2-ാം തീയതി കേരളം കണ്ട ഏറ്റവും വലിയ മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് ബ്രഹ്മപുരത്ത് നടന്നത്. ബ്രഹ്മപുരത്ത് ഈ ദുരന്തം കൊച്ചിയെ ഒരു ഗ്യാസ് ചേംബറാക്കി മാറ്റി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി എന്നുള്ളതാണ് വസ്തുത. ബ്രഹ്മപുരത്ത് സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ വാതിലും ജനലും അടച്ച് വീടുകളിൽ കഴിയണമെന്നാണ് ജില്ലാ ഭരണകൂടം ജനങ്ങളോട് നിർദ്ദേശിച്ചത്.
ജനലുകളും വാതിലുകളുടെ ചെറിയ ദ്വാരങ്ങൾ വരെ തുണി കൊണ്ട് മൂടിയാണ് അമ്മമാരും കുഞ്ഞുങ്ങളും കഴിയുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൊച്ചിയിലെ ജനങ്ങൾ വിശപ്പുക ശ്വസിക്കുകയാണ് സാർ. ബ്രഹ്മപുരത്ത് ദുരന്തം നേരിടുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. കോർപ്പറേഷനും സർക്കാരും പ്രതിഷേധം ഭയന്ന് വിഷയങ്ങൾ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത് സാർ. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തിയതായി മന്ത്രി MP രാജേഷ് സഭയിൽ പറഞ്ഞു. ബ്രഹ്മപുരത്ത് മാലിന്യം നിക്ഷേപിക്കാൻ തീരുമാനമെടുത്തത് ഏത് ഭരണസമിതി എന്ന് താൻ പറയുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനത്തിനുള്ള മന്ത്രിയുടെ മറുപടി. മാലിന്യം മലയായി രൂപപ്പെട്ടത് 2 വർഷം കൊണ്ട് ഉണ്ടായതല്ല. ബയോമൈനിങ്ങിനുള്ള കരാർ സുതാര്യമായാണ് കൈമാറിയതെന്നും MP രാജേഷ് ന്യായീകരിച്ചു. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളത്. തീപിടുത്തമുണ്ടായ ദിവസം 125 അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്ന് 24 മണിക്കൂർ പ്രവർത്തിച്ച് തീ പടരുന്നത് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 3-ാം തീയതി കൺട്രോൾ റൂം സജ്ജീകരിച്ചു. 4-ാം തീയതി നാവികസേനയെ തീ കെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് വിന്യസിച്ചു. തീ വലിയ തോതിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, പക്ഷെ പുകയ്ക്ക് ശമനമുണ്ടായില്ല. 11-ാം തീയതി ആകുമ്പോഴേക്കും ഏറെക്കുറെ 90% തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, തീ അണയ്ക്കാൻ സ്വീകരിച്ച നടപടികൾ ഏറ്റവും ശരിയായ നടപടികളായിരുന്നുവെന്നും ശാസ്ത്രീയമായ നടപടിയാണ് എന്നും വിദഗ്ധന്മാരാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വിദഗ്ധ സമിതി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതാണ് സ്വീകരിക്കാവുന്ന നടപടി, ശരിയായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ബ്രഹ്മപുരം വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദുരന്തമാണ് ബ്രഹ്മപുരത്ത് സംഭവിച്ചത് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷം CBI അന്വേഷണം എന്നൊരു ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുന്നു. അവിടുത്തെ കരാർ അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് സഭയിൽ നടന്നത്? എല്ലാത്തിനും ഒടുവിലും മുഖ്യമന്ത്രിയുടെ മൗനവും ഇപ്പോൾ വലിയ വിവാദമായി മാറുകയാണ്. തീർച്ചയായും ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും പരിസ്ഥിതി വിഷയം മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ട് പോലും വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചത്. പ്രതിപക്ഷം ഈ ബ്രഹ്മപുരം കരാറിലും കമ്പനിക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നും സർക്കാർ ഈ കമ്പനിയെയും കരാറിനെയും എല്ലാം സംരക്ഷിക്കുന്നത് തങ്ങളുടെ ഇഷ്ടക്കാരായതുകൊണ്ടാണെന്നും പിന്നിൽ അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു. എന്തായാലും വലിയ വാഗ്വാദങ്ങൾക്ക് സഭ ഇന്ന് വേദിയായി. TJ വിനോദ് MLA ആണ് ആദ്യം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ, ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്തുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള മറുപടി ആരോഗ്യമന്ത്രി നൽകിയെങ്കിലും 851 പേർ സർക്കാർ സംവിധാനത്തിൽ മാത്രം ചികിത്സ തേടിയെന്നും കൂടാതെ ചികിത്സ തേടാതെ വീടുകളിൽ കഴിയുന്നവർക്ക് മറ്റും ചികിത്സ നേരിട്ടെത്തിക്കാൻ മൊബൈൽ യൂണിറ്റുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുമെന്നും അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല എന്നും ആരോഗ്യമന്ത്രി ന്യായീകരിച്ചു. അതിനുശേഷമാണ് അഴിമതി ആരോപണം ചർച്ചയായി വരുന്നത്. കരാർ നൽകിയത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പരിചയവുമില്ലാത്തൊരു കമ്പനിക്കാണ്. അത് നിങ്ങളുടെ അടുപ്പക്കാരായതുകൊണ്ടാണ് അത്തരമൊരു കരാർ നൽകിയത്. ഇതിൽ അഴിമതിയാണ് എന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ അത് ന്യായീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് 12 സംസ്ഥാനങ്ങളിലായി 2 ഡസനിലധികം നഗരങ്ങളിലെ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഈ കമ്പനിയാണ്. ഈ കമ്പനിയുമായുള്ള കരാർ അത് സുതാര്യമായിരുന്നു, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. കൂടാതെ ബ്രഹ്മപുരം മാലിന്യം നിക്ഷേപിക്കാൻ തീരുമാനിച്ച ഭരണസമിതി അത് ഏതാണെന്ന് തന്നെ കൊണ്ട് പറയിക്കരുത് എന്നുള്ള ചോദ്യവും അദ്ദേഹം സഭയിൽ ഉന്നയിച്ചു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. ഇത്തരത്തിൽ കരാറുണ്ടാക്കിയതിലും കരാറുമായി ബന്ധപ്പെട്ട് തീയിട്ട് പൂർണ്ണമായി ആ മാലിന്യം തീയിട്ട് നശിപ്പിക്കാനുമായിരുന്നു തീരുമാനം. തീയിട്ട് പൂർണ്ണമായി മാലിന്യം നശിപ്പിച്ചാൽ മാത്രമേ കരാറുകാരെ സഹായിക്കാനാകൂ. 12 ദിവസം കഴിഞ്ഞിട്ടും ഒരു അന്വേഷണം നടത്താൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല, അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അത് കരാറുകാരെ സംരക്ഷിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അതിനുശേഷം സഭ തുടർ നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. ഇതിനിടെയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് CBI അന്വേഷണം വേണമെന്നും വലിയ അഴിമതിയാണെന്നും അടിയന്തര പ്രമേയമായ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ തങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണ് എന്നും പറഞ്ഞു.
പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത്. എന്തായാലും സഭയിലുണ്ടായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ടും മുഖ്യമന്ത്രി ഒരു വാക്കുപോലും വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാത്തതും വിമർശനമുയരുന്നുണ്ട്. രേണുക, ശരി, ബ്രഹ്മപുരത്ത് തീ അണഞ്ഞുകൊണ്ടിരിക്കുന്നു, പുക ശമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ വിവാദങ്ങൾ അതിന്റെ ചൂടേറുകയാണ്. പ്രതിപക്ഷം സഭയിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുകയാണ്. പുറത്തും ആ രീതിയിലുള്ള സമീപനം ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുകയാണ്. ചുമതല ഏറ്റെടുത്ത ദിവസം പുതിയ എറണാകുളം കളക്ടർ ആദ്യം പോയത് ബ്രഹ്മപുരത്തേക്കാണ്. അദ്ദേഹം ഇന്ന് രണ്ടാമതും ബ്രഹ്മപുരം സന്ദർശിച്ചിരിക്കുകയാണ്. തീ പൂർണ്ണമായും അണച്ചുവെന്നും പുക 97.98% ശമിച്ചുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ മാലിന്യം വേർതിരിച്ച് സംസ്കരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കുന്നുവെന്നും കളക്ടർ പറഞ്ഞു. ഓൾറെഡി അണച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം സെക്ടർ 1, സെക്ടർ 0 സ്ഥലമാണ്. ഈ സ്ഥലത്തിലും ഓൾറെഡി അണച്ചതാണ്. ഇത് ഒന്നുകൂടി റീഇഗ്നിഷൻ വരുന്നുണ്ട്. എക്സ്പേർട്സ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഒരു വലിയ വേസ്റ്റ് ഡംപിൽ ഇതുപോലെ ഒരു ഫുൾ ലെങ്ത്തിൽ ഫയർ ഉണ്ടാവുമ്പോൾ താഴെ പല ലേയേഴ്സ് ഉള്ളത് കൊണ്ടും മീത്തേൻ പോലെ ഗ്യാസസ് ഉള്ളത് കൊണ്ടും അഗെയിൻ റീഇഗ്നിഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. സോ അതുകൊണ്ട് അഗെയിൻ നമ്മൾ അത് ഇപ്പോൾ അണച്ച് തീർക്കും. അതല്ലാതെ മൊത്ത ഏരിയ ഇപ്പോൾ നമ്മുടെ ഫയർ ഓഫീസർ മിസ്റ്റർ സതീശനുണ്ട്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിയിലുണ്ട്. അഗെയിൻ ഒരു 70 പേര് സിവിൽ ഡിഫൻസും അതുപോലെ ഫയർമെനും വെച്ചിട്ട് ഫുൾ ഏരിയ ഒന്ന് ഒരു സെർച്ച് പോലെ ചെയ്ത് വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അഗെയിൻ റീഇഗ്നിഷൻ വരാൻ സാധ്യതയുണ്ടോ, ഒരു 70 പേര് സെക്ടർ വൈസ് തിരിച്ചിട്ട് എത്ര പേര് ഒരു സെക്ടറിൽ ഒരു 10 പേര് 7 മെമ്പേഴ്സ് 10 ടീം റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് അഗെയിൻ എന്തെങ്കിലും ചെറിയതായിട്ട് വന്നാലോ അത് ഉടനെ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. കൊടും വേനലിൽ ജനങ്ങൾ വലയുമ്പോൾ സർക്കാർ നിരവധി മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ സർക്കാർ ഓഫീസുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇടങ്ങളിലും അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ये है शुरुआत तेरी, अब हर जुबान पे होगी बात तेरी। देखिए पहला टाटा विमेंस प्रीमियर लीग 4 मार्च से जियो सिनेमा पर बिल्कुल फ्री। സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് നൽകാനായി പി സി ജോർജ് ഇന്ന് ED ഓഫീസിലെത്തി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തെളിവ് നൽകാനുണ്ടെന്ന് പി സി ജോർജ് അറിയിച്ചതിനെ തുടർന്നാണ് ED വിളിപ്പിച്ചത്. ലൈഫ് മിഷൻ ഇടപാട് കേസിൽ M ശിവശങ്കറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് പി സിയുടെ പക്കലുള്ള തെളിവുകൾ? അത് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? പി സി ജോർജ് അല്പസമയം മുമ്പാണ് ED ഓഫീസിലെത്തിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്നാണ് പി സി ജോർജിന്റെ അവകാശവാദം. ഇത് EDയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുകയും തുടർന്ന് അവർ നിർദ്ദേശിച്ച പ്രകാരമാണ് പി സി ജോർജ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലെത്തി തെളിവുകൾ കൈമാറാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില തെളിവുകൾ EDക്ക് നൽകാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഹൈക്കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നു. ഡാനി, വിശദാംശങ്ങൾ എന്താണ്? പി സിക്ക് എന്താണ് EDയോട് പറയാനുള്ളത്? രഞ്ജിത്ത്, നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് മുൻപാകെയും അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുമ്പിലും തനിക്ക് ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ ലൈഫ് മിഷൻ കേസ്, സോളാർ കേസ്, ഈ ലൈഫ് മിഷൻ കേസും അത് ഡോളർ കടത്ത് കേസും സ്വർണ്ണക്കടത്ത് കേസും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ട്. പലരുടെയും ഇടപെടലുകൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പല ഉന്നതരുടെയും ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ട് എന്നെല്ലാം പി സി ജോർജ് പലപ്പോഴായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ചില വാർത്താ സമ്മേളനങ്ങളിലടക്കം അദ്ദേഹം അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തെളിവ് നൽകാൻ താൻ തയ്യാറാണ്, ഇഡിക്ക് മുന്നിലും തെളിവ് നൽകാൻ തയ്യാറാണ്. അന്വേഷണ ഏജൻസികൾ തന്നോട് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ താൻ പൂർണ്ണമായും തന്നെ സഹകരിക്കും. തന്റെ പക്കലുള്ള തെളിവുകൾ അത് പൂർണ്ണമായും തന്നെ ഈ അന്വേഷണത്തെ സഹായിക്കുന്നതാണ് എന്നൊരു നിലപാടാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ച് പി സി ജോർജിനോട് ഒരു അന്വേഷണ ഏജൻസിയും ഇത് സംബന്ധിച്ച് എന്താണ് പക്കലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഏത് തരത്തിൽ സഹായകരമാകുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണമോ ആവശ്യപ്പെടലുകളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി വളരെ നിർണായകമായ നീക്കങ്ങൾ നടത്തുകയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം അറസ്റ്റിലാകുകയും ചെയ്തൊരു സാഹചര്യം, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ഒരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ മുന്നോട്ട് പോകുന്ന അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് പി സി ജോർജിനെ ഇപ്പോൾ ഇഡി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താണ് കയ്യിലുള്ള തെളിവുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 10:45 പി സി ജോർജ് എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയത്. തെളിവുകൾ ഉണ്ടോ
എന്ത് തെളിവുകൾ കൈമാറുന്നു എന്നൊരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് തന്റെ കയ്യിൽ ഒന്നുമില്ലാതെ താൻ ഇവിടേക്ക് വരില്ലല്ലോ എന്നാണ് മറു ചോദ്യമായിട്ട് PC ജോർജ് പറഞ്ഞത്. ഇപ്പോൾ PC ജോർജ് അകത്തേക്ക് പോയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തെളിവുകൾ കൈമാറിയതിനു ശേഷം തിരിച്ചു വരും. അത് ED പരിശോധിച്ചതിന് ശേഷമായിരിക്കും എന്താണ് PC ജോർജ് ഹാജരാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നതടക്കം പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പിന്നീട് ഇത് സംബന്ധിച്ച് മൊഴിയോ മറ്റ് വിശദാംശങ്ങളോ PC ജോർജിന് തേടേണ്ടതുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ അതിലേക്ക് വിശദമായിട്ട് കടക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് PC ജോർജിന് സമർപ്പിക്കാനുള്ള രേഖകളടക്കം ഇന്ന് സമർപ്പിക്കും. തുടർന്ന് പിന്നീട് അതിന്റെ ഒരു വിശദമായ ഒരു പരിശോധനകൾ ED നടത്തും. എന്തുമാത്രം കഴമ്പുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും PC ജോർജ് ഇപ്പോൾ EDക്ക് മുന്നിലാണ്. തെളിവുകൾ കൈമാറാനുണ്ട് എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ ED ശേഖരിച്ചു വരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് നൽകാനായി PC ജോർജ് ഇന്ന് ED ഓഫീസിലെത്തി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തെളിവ് നൽകാനുണ്ടെന്ന് PC ജോർജ് അറിയിച്ചതിനെ തുടർന്നാണ് ED വിളിപ്പിച്ചത്. ലൈഫ് മിഷൻ ഇടപാട് കേസിൽ M ശിവശങ്കറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് PCയുടെ പക്കലുള്ള തെളിവുകൾ? അത് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? PC ജോർജ് അല്പസമയം മുമ്പാണ് ED ഓഫീസിലെത്തിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്നാണ് PC ജോർജിന്റെ അവകാശവാദം. ഇത് EDയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുകയും തുടർന്ന് അവർ നിർദ്ദേശിച്ച പ്രകാരമാണ് PC ജോർജ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലെത്തി തെളിവുകൾ കൈമാറാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില തെളിവുകൾ EDക്ക് നൽകാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഹൈക്കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നു. ഡാനി, വിശദാംശങ്ങൾ എന്താണ്? PCക്ക് എന്താണ് EDയോട് പറയാനുള്ളത്? രഞ്ജിത്ത്, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് മുൻപാകെയും അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിലും തനിക്ക് ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ ലൈഫ് മിഷൻ കേസ്, സോളാർ കേസ്, ഈ ലൈഫ് മിഷൻ കേസും അത് ഡോളർ കടത്ത് കേസും സ്വർണ്ണക്കടത്ത് കേസും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ട്. പലരുടെയും ഇടപെടലുകൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പല ഉന്നതരുടെയും ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ട് എന്നെല്ലാം PC ജോർജ് പലപ്പോഴായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ചില വാർത്താ സമ്മേളനങ്ങളിലടക്കം അദ്ദേഹം അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തെളിവ് നൽകാൻ താൻ തയ്യാറാണ്, EDക്ക് മുന്നിലും തെളിവ് നൽകാൻ തയ്യാറാണ്. അന്വേഷണ ഏജൻസികൾ തന്നോട് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. കൊടും വേനലിൽ നാടാകെ ചുട്ടുപൊള്ളുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ മാസങ്ങളായി വലയുകയാണ് ഒരു സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാർ. വേറെങ്ങുമല്ല, സെക്രട്ടേറിയറ്റിന് തൊട്ടു മുൻപിലുള്ള സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പിലെ ജീവനക്കാരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി അവിടെ വെള്ളമില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കോ കുടിക്കാനോ പോലും വെള്ളമില്ലാതെ ദുരിതത്തിലാണ് ജീവനക്കാർ. ജോലി തിരക്കുകൾക്കിടയിൽ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഭരണസിര കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ എത്തിയപ്പോഴാണ് ഈ കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം തിരക്കിയപ്പോൾ ജീവനക്കാരുടെ വിശദീകരണം ഇങ്ങനെ: ഞാൻ 5 മാസമായി കുടിവെള്ളം ഇല്ലാതായിട്ട് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. വരുന്ന കസ്റ്റമറോട് വെള്ളമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മടുത്ത്. എന്താണ് ഇതിൻ്റെ പോകാൻ വഴിയെന്നറിയില്ല. വാട്ടർ അതോറിറ്റിക്കാരെ പലവട്ടം അറിയിച്ചിട്ടുണ്ട്. ഒരു സാറ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മിക്കപ്പോഴും ഈ പൈപ്പുകൾ വെള്ളം വരാറില്ലെന്നാണ് പരാതി. വരുമ്പോഴോ ഇതുപോലെ നൂലുപോലെ മാത്രമാണ് വെള്ളം ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന വെള്ളം ബക്കറ്റുകളിലും പാത്രങ്ങളിലുമായി ഇവിടുത്തെ ജീവനക്കാർ പിടിച്ചുവെക്കും, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞങ്ങളിവിടെ വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട് വെള്ളം. അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ ഉപയോഗിക്കും, അല്ലാതെ വേറെ വഴിയില്ല. നൂല് പോലെ വരുന്നുണ്ട്. രാവിലെ വരുമ്പോൾ തുള്ളിയായിട്ട് വരുന്ന വെള്ളം മുട്ടായി കുപ്പിയിൽ വരെ പിടിച്ചു വെച്ചിരുന്നാണ് ഞങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ കൈയും കാല് കഴുകാനും എല്ലാം ഞങ്ങൾ എടുക്കുന്നത്. ബാത്റൂമിൽ പോകാനായിട്ട് ആൾക്കാർ വരുമ്പോഴത്തേനും ഞങ്ങൾ കയറണ്ടെന്ന് പറയുമ്പോൾ അതെന്താ കാരണം, വെള്ളമില്ലാന്ന് പറഞ്ഞാൽ അതെന്ത് വെള്ളമില്ലാത്തത്, ഞങ്ങൾ മനഃപൂർവ്വം കൊടുക്കാത്തതെന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ ഒച്ചടിച്ചിട്ട് അവർ പോകുന്നത്. കാരണം വെള്ളമില്ലാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്ക് കഷ്ടമാണ് വെള്ളം. സാറ് ഒരു 10-12 പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞ കസ്റ്റമറെല്ലാം ഒന്ന് വെള്ളം എന്നും ഇവിടെ വന്നാലും വെള്ളമില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ പറയും, അവർ നമ്മളതിന് വഴക്ക് പറഞ്ഞിട്ട് പോകും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പണ്ട് ഞങ്ങൾ ബാക്കിലൊക്കെയാണ് യൂറിൻ പാസ് ചെയ്യാൻ പോണത്. ഇപ്പം അങ്ങോട്ടും പോകാൻ പറ്റില്ല, അവർ ഗേറ്റൊക്കെ പൂട്ടി. തലസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ ശുചിമുറികൾ കുറവാണ് എന്ന പരാതി വ്യാപകമാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ വെള്ളം പോലുമില്ലാത്ത അവസ്ഥയും.
എന്തായാലും വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള പരാതി ഇവിടെ നിന്ന് ജീവനക്കാരും ഉന്നയിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഇതിൽ ഉചിതമായൊരു നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. സി വിനോദിനൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഐശ്വര്യ, സാധാരണ ഒരു ദിവസം പോലും വെള്ളമില്ലാതെ എങ്ങനെ കടന്നു പോകുമെന്നറിയില്ല. അവിടെ എത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരോട് മറുപടി പറഞ്ഞ് ക്ഷീണിച്ചു എന്നാണ് ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ വേനൽ കടുത്തിരിക്കുന്നു, മാസങ്ങളായി. വളരെ നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഇത്തവണ വേനലെത്തി. ആ അവസ്ഥയിലും ഒരു മാറ്റവുമില്ലാതെ ആ സ്ഥിതി തുടരുകയാണ്. എന്താണ് വാട്ടർ അതോറിറ്റിക്ക് പറയാനുള്ളത്? എന്താണ്, എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത്? രേണുക, ഭരണസിര കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള സപ്ലൈകോയുടെ പെട്രോൾ പമ്പിലാണ് ഈ കാഴ്ച നമുക്ക് കാണാനായത്. അതായത് KWA നമിച്ചു എന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് ഹാരം തൂക്കിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടതോടുകൂടിയാണ് ഇതെന്താണ് എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായും നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ വേനൽ കടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലായിടങ്ങളിലും എല്ലാവരും വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ കുടിക്കാനോ ബാത്റൂമിൽ പോകാനോ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ. ഈ പൈപ്പ് തുറക്കുമ്പോൾ പോലും വെള്ളം വരുന്നില്ല. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നൂല് പോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുപോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ, അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം ഇവിടെ 6 വനിതാ ജീവനക്കാരുണ്ട്. ഒന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥ. സാധാരണഗതിയിൽ ഈ നൂല് പോലെ വരുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇവർ ചെറിയ ചെറിയ പാത്രങ്ങളിലായും ബക്കറ്റുകളിലായും വെള്ളം പിടിച്ചു വെച്ചാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് പോലും വെള്ളം തികയില്ല. നമുക്കറിയാം, ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ മസ്റ്റായിട്ട് ബാത്റൂമുകൾ വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ബാത്റൂം ഉണ്ടെങ്കിൽ പോലും അവിടെ കുടിവെള്ളമില്ലാത്തൊരു അവസ്ഥ, അത് നമുക്ക് വളരെ ദാരുണമാണ് എന്ന് തന്നെ പറയുന്നത്. ഇവിടുത്തെ വനിതാ ജീവനക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേച്ചി, ഇവിടെ വെള്ളം ഇല്ലാതായിട്ട് എത്ര നാളായി? 5 മാസത്തോളമായി. പിന്നെ ഇപ്പം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കസ്റ്റമർ വരുമ്പോൾ ഞങ്ങൾ പറയുമ്പോഴത്തേന് അവർ ഞങ്ങൾ ഒച്ചയെടുക്കുക. അതെന്താ ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തത്? വെള്ളം അത് നമ്മുടെ കുറ്റമാണോ എന്ന് വെച്ചാൽ ഞങ്ങളോട് ഒച്ചയിട്ടിട്ട് അവർ പോവുകയും ചെയ്യും. അപ്പൊ ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വനിതാ ജീവനക്കാർ 6 പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 6 പേരുണ്ട്. 6 പേർക്ക് ഇപ്പോൾ ഒട്ടും വയ്യ, വയറുവേദനയായിട്ടും ബാത്റൂമിൽ പോകാൻ പറ്റാതെയും പിന്നെ ഭക്ഷണം കൊണ്ടുവന്നാൽ കഴിക്കാൻ പറ്റില്ല, കൈ കഴുകാണ്ട് കഴിക്കാൻ പറ്റത്തില്ല. ഒന്നിന് പോകാനൊക്കെ യൂറിന് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. വെള്ളം ഇല്ലാതെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇപ്പോഴും വയറുവേദന തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതെല്ലാം ഈ വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയപ്പെടുത്തിയില്ല, ഇവിടുന്ന് പരാതിപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അതാണ് വാട്ടർ അതോറിറ്റിക്ക് നൽകാനുള്ള വിശദീകരണം. ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള മറുപടി ഇവർക്ക് ലഭിച്ചത്. അതായത് രേഖാമൂലം ജനുവരി മാസത്തിൽ പരാതി കൊടുത്തു, യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഫെബ്രുവരിയിൽ ആദ്യ പരാതിയിൽ നടപടിയെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരിയിൽ 2ാമത്തെ പരാതി കൊടുക്കുന്നു, അവിടെയും നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം ബാക്കിയാണ്. കാരണം ഇത്രയധികം ഈ പെട്രോൾ പമ്പ് പോലൊരിടത്ത് നമുക്കറിയാം, തൊട്ടപ്പുറത്തെ ഭരണസിരാ കേന്ദ്രം ഇന്ന് രാവിലെ, അതായത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ സ്ത്രീകളടക്കം അണിനിരക്കുന്ന ഒരു സമരം നടക്കുന്നു. ഈ സമരത്തിനായി പല ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തുന്നു, പലയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. അവരൊക്കെ ഈ സമരത്തിൽ പോകുന്ന വഴിക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഒന്ന് ബാത്റൂമിൽ പോകാനായി ഈ പെട്രോൾ പമ്പിലേക്ക് എത്തിയപ്പോൾ നിസ്സഹായാവസ്ഥയാണ് ഈ ജീവനക്കാർക്കുണ്ടായത്. കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല, ഇവിടെ വെള്ളമില്ല, പൈപ്പിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യാൻ കഴിയുന്നത്? ഇവിടെ വാട്ടർ അതോറിറ്റിക്ക് രേഖാമൂലം 2 പ്രാവശ്യം പരാതി നൽകിയതിന്റെ പകർപ്പുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നിരവധി പദ്ധതികൾ, കുടിവെള്ളം ഉറപ്പാക്കാനും മറ്റ് എല്ലായിടത്തും ശുദ്ധജലം ഉറപ്പാക്കാനും നിരവധി പദ്ധതികൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രഖ്യാപിച്ചു. പേരറിയുന്ന പദ്ധതികൾ, പേരറിയാത്ത പദ്ധതികൾ, അങ്ങനെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കൊരു സാധാരണ, അതായത് ഏതാണ്ട് 4 മാസത്തോളമായി ഇവിടെ വെള്ളമില്ല എന്ന് പറയുമ്പോൾ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിന്റെ അവസ്ഥയാണിത്. ശരി, എന്തായാലും ന്യൂസ് 18 വാർത്തയെങ്കിലും ഫലം കാണട്ടെ, അവരുടെ ഇടപെടൽ ഉടനെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആവശ്യത്തിന് മുറികൾ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ആളുകൾ പുറത്തിറങ്ങിയാൽ ആശ്രയിക്കുന്നത് ഈ പെട്രോൾ പമ്പുകളെയും മറ്റുമൊക്കെയാണ്. അവിടെയാണ് ഈ ദുരവസ്ഥ മാസങ്ങളായി തുടരുന്നത്. ഐശ്വര്യ അനിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ക്രൈസ്റ്റ് ചർച്ച് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലൻഡ് അവസാന പന്തിൽ നേടിയ നാടകീയ ജയമാണ് ഇന്ത്യക്ക് ഫൈനലിലേക്കുള്ള വഴി തുറന്നത്. 285 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസിന് മുന്നിൽ അവസാന ദിനം മഴ വില്ലനായി എത്തിയെങ്കിലും കെയ്ൻ വില്യംസന്റെ മികവ് ഇന്ത്യക്ക് തുണയായി. 121 റൺസുമായി വില്യംസൺ പുറത്താകാതെ നിന്നു. 28 റൺസിന് 1 വിക്കറ്റ് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡിന് 8 വിക്കറ്റുകൾ നഷ്ടമായി. 86 പന്തിൽ 81 റൺസ് എടുത്ത ഡാരൽ മിച്ചലിന്റെ ഏറ്റവും
നിർണായകമായ ഇടപെടൽ. പരമ്പരയിലെ 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ശ്രീലങ്കയ്ക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ. തുടർച്ചയായ 2ാം തവണയാണ് ഇന്ത്യ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ News 18 യൂട്യൂബ് ചാനലിൽ കാണാം.